നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹരിതകർമ്മസേനക്കൊപ്പം യുവത കൈകോർക്കുന്നു. യുവാക്കൾ ഹരിതകർമ്മസേനക്കൊപ്പം കൈകോർത്തു. ഈ കഴിഞ്ഞ ദിവസം തൃക്കാക്കര നഗരസഭ അങ്കണത്തിലാണ് ചടങ്ങ് നടന്നത്. ഇതോടൊപ്പം തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണി പിള്ളയും ചേർന്നു. തൃക്കാക്കര നഗരസഭയും ഇവിടുത്തെ സ്റ്റാഫും അതുപോലെ ശുചിത്വ മിഷനും ഹരിതകർമ്മസേനയും കോളേജ് സ്റ്റുഡൻസും കൂടി നമ്മുടെ തൃക്കാക്കരയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വേസ്റ്റ് ഇല്ലാതാക്കുക, ഒരു മാലിന്യമുക്തം തൃക്കാക്കരയാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നമ്മുടെ ഈ ഡോക്ടർമാർക്ക് വില കൊടുക്കുന്ന പോലെ തന്നെ ഡോക്ടർമാർ സയൻസിന് വില കൊടുക്കുന്ന പോലെ നമ്മൾ ഇവർക്കും വില കൊടുക്കണം. കാരണം ഇന്നത്തെ സമൂഹം നമ്മുടെ ഏറ്റവും അപകടം നേരിടുന്നത് വായുവിനും വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ കാണും ഈ വേസ്റ്റ് ഇടുന്നവർ വില കുറച്ച് കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഇതിൽ എൻ്റെ കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത് ഇവരെയാണ്. കാരണം ഇവരാണ് സമൂഹത്തെ മാറ്റുന്നത്. അല്ലാണ്ട് ഈ വീട്ടിലിരിക്കുന്ന പഠിക്കുന്നത് നമ്മളൊന്നുമല്ല. നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ പണിയെടുത്ത ആർക്കും വേണത് വേറെ രാജ്യത്തുള്ള ആൾക്കാർക്ക് പണം കിട്ടുന്നു. പക്ഷെ നമ്മുടെ സമൂഹം ഇപ്പൊ നോക്കി ഇവിടെ കാണുന്ന ക്ലീൻ ആയിട്ട് കിടക്കാൻ കാരണം നമ്മൾ ഇവരാണ്. ഇവര് കുറച്ച് പ്രായവരാണെങ്കിൽ പോലും നമ്മൾ നിന്ന് ഇപ്പൊ യൂത്തോട് ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള കൊച്ചിനേക്കാൾ നല്ല രീതിക്ക് ഒരുപക്ഷെ ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചിയൊക്കെ നല്ല പക്കയായിട്ടിരിക്കും. ഏതായാലും നിങ്ങളുടെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാലിന്യമുക്തം നവകേരളം നല്ലൊരു ആശയമാണ്. ഏതായാലും ഇതോടൊപ്പം നിങ്ങൾ കൈകോർത്തിരിക്കുകയാണല്ലോ, എന്ത് പറയുന്നു? സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ പലയിടത്തുനിന്ന് വന്ന ഒരുപാട് പേര് ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് എന്താ പറയുക ഹരിതകർമ്മസേനയുടെ കൂടെ അവരുടെ വർക്കിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ മാലിന്യം അതെങ്ങനെ സംസ്കരിക്കണം അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്. എന്താ പറയുക, യൂത്ത് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എനർജി ഉണ്ട്. സോ ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഈ റോഡ് സൈഡിലേക്ക് ഇട്ട് കത്തിക്കുന്നത് കാണുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്ത് പറയുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും എല്ലാവർക്കും അറിയാം അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. പക്ഷെ എന്നിട്ടും ആൾക്കാർ അത് വീണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ യൂത്തിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. കാരണം പ്രായമായവർക്ക് അതൊരു ശീലമാണ്. അപ്പോൾ യൂത്തിനെ കൊണ്ട് അത് മാറ്റാൻ പറ്റും. സോ ഇങ്ങനെ ഓരോ പ്രോഗ്രാമിലൂടെ അത് മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. തൃക്കാക്കര ഹരിതകർമ്മസേനയുടെ കൂടെ നമ്മുടെ കുട്ടികളും കൂടി ഇതിലേക്ക് പങ്കുചേർന്നതിൽ വളരെ സന്തോഷം. പിന്നെ അടുത്ത തലമുറക്ക് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് നമ്മൾ പറഞ്ഞു കൊടുക്കാനാണ്. ഈ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അവരും ഇതുപോലെ എല്ലാ ആളുകളിലേക്കും ഈ സന്ദേശം എത്തി. ഞങ്ങൾ ഈ വോളണ്ടിയേഴ്സ് പല കോളേജിൽ നിന്നും പല സ്ഥലത്തു നിന്നൊക്കെ വരുന്നതാണ്. ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ആരാണെന്ന് എന്താണ് ഒരു ബന്ധം. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് ഒരു നല്ലൊരു കുടുംബം പോലെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഓരോ പരിപാടിക്കും പല MNMK വോളണ്ടിയേഴ്സിന്റെ പല പരിപാടിക്ക് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും എത്തുന്നുണ്ട്. കാരണം നമുക്കൊരു നല്ല സൗഹൃദം. നമ്മൾ ചെയ്യുന്നത് പൈസക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ചെയ്യുന്നത് ഭാവിയിലേക്ക് ഒരു നല്ലൊരു സ്റ്റെപ്പ് ആയിരിക്കും. ഇപ്പൊ എന്നെ കണ്ടിട്ട് തന്നെ ഒരാൾ ഇൻസ്പയർ ചെയ്ത് വന്നാൽ എനിക്കത് ബെനിഫിറ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ ചേച്ചിമാർ എന്തൊരു ഹാർഡ് വർക്ക് ചെയ്താൽ ഇവർക്ക് വേണമെങ്കിൽ വെറുതെ വീട്ടിൽ ഇരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിനേക്കാളും പൈസ പല ജോലികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് അവർക്ക് അവരുടെ മനസ്സിലുണ്ടല്ലോ നമ്മളൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ അതുകൊണ്ടാണ് വരുന്നത്. ഇനിയുള്ള കാലത്ത് ചെടികളും മരങ്ങളും വെട്ടുപിടിപ്പിച്ചാലേ നമുക്ക് ജീവിതമുള്ളൂ. ഇപ്പൊ ഒരു 10 കൊല്ലം തന്നെ ഈ മരങ്ങളൊക്കെ മുറിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്വാസം ഇല്ലാണ്ട് നമ്മള് ചത്തുകൊണ്ട് വെച്ചപ്പോൾ ചൂട് കൂടുന്നുണ്ട്. അതിന്റെ കാരണങ്ങളൊക്കെ എന്താ? ഇതൊക്കെ തന്നെയാണ്. കാടിറങ്ങി മൃഗങ്ങൾ വരുന്നു. അതെല്ലാം നമ്മൾ ചെയ്തതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ ആന ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതൊക്കെ. ഏതായാലും തൃക്കാക്കര നഗരസഭയിലെ ഹരിതകർമ്മസേനയും അവരോടൊപ്പം കൈകോർക്കാൻ വന്ന യുവത്വമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഏതായാലും നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകരെടുത്ത് ചോദിക്കാം, ഇവര് കൈകോർത്ത് നിങ്ങളോട് നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് തന്നെ കാണാനുണ്ട്. എല്ലാവരുടെ മുഖത്ത് ഒരു ചെറിയൊരു പുഞ്ചിരിയൊക്കെ കാണുന്നുണ്ട്. ഏതായാലും എന്ത് പറയുന്നു ഇതിനെ കുറിച്ച് പറയും? നമ്മളുടെ ഹരിതകർമ്മസേനയുടെ കൂടെ ഇങ്ങനെ കുട്ടികൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ദിവസം മാറ്റിവെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രവൃത്തിയിൽ അവരും കൂടി പങ്കുചേരുന്നതിൽ ഒരുപാട് സന്തോഷം. വീടുകളിൽ നിന്ന് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ എടുക്കുമ്പോൾ അത് തരംതിരിച്ച് തന്നെ എടുക്കണം. ഇന്നത്തെ ഒരു പ്രവൃത്തിയിൽ അവരും നമ്മോടൊപ്പം ചേരുന്നതിൽ വളരെയേറെ സന്തോഷം. എന്റെ വേസ്റ്റ് വേറൊരാളെ ചമക്കണം അല്ലെങ്കിൽ വേറൊരാളുടെ പറമ്പിലോ റോഡിലെ ഇടുക എന്ന് വെച്ചാൽ ബോധമില്ലാത്തവരല്ല. നല്ല വിദ്യാസമ്പന്നരായ ആളുകൾ പോലും വണ്ടിക്ക് കൊണ്ടെന്ന് അറിയാത്ത മക്കളെ പോകുന്നവരുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് ഒരു ബോധവൽക്കരണം ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. സാധാരണക്കാരാണെങ്കിൽ അവർക്ക് ബോധവൽക്കരണം കൊടുക്കാം. അറിവില്ലായ്മ കൊണ്ട് അത് മാറ്റും, അല്ലാത്തൊരു മാറ്റമില്ല. അത് അവരുടെ ഒരു പ്രവണതയാണ്. ഇനി ഒരു അടുത്ത തലമുറയെങ്കിലും വരുമ്പോൾ ഇതൊക്കെ മാറ്റി നമ്മളുടെ വേസ്റ്റ് വേറൊരാളെ കൊണ്ട് എടുപ്പിക്കാതെ
അത് നമ്മൾ തന്നെ സംസ്കരിക്കുന്ന ഒരു സംവിധാനം നമുക്ക് നാളേക്ക് ഉണ്ടാകണം.